അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അത് അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. CPI പുറത്തു പറഞ്ഞത് കൊണ്ട് എന്തോ അവരാസമയത്ത് പറഞ്ഞത് ശരിയല്ല. പുറത്തു പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം പറഞ്ഞ അകത്ത് തന്നെയാണ്. അകത്തും പുറത്തുമെല്ലാം എന്ത് കാര്യങ്ങൾ എപ്പോൾ പറയണമെന്ന് എങ്ങനെ വേണം പറയാനെന്ന് നല്ല ബോധ്യം CPIക്കുണ്ട്. LDF രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റം അത് CPIക്ക് ഒഴിവാക്കാനാകാത്ത കർത്തവ്യമാണെന്നും കടമയാണെന്നും രാഷ്ട്രീയമാണെന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അതുകൊണ്ട് CPI പറയുന്നു, പദവിയുടെ പെരുപ്പമല്ല, സ്ഥാനമാനത്തിന് വലുപ്പമല്ല, അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. LDF ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. അതാണ് CPI നിലപാടെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPIക്ക് ലഭിച്ചേ തീരുമെന്ന് CPI പറയുന്നത് LDFനെ ദുർബലമാക്കാൻ വേണ്ടിയല്ല, ശക്തമാക്കാൻ വേണ്ടിയാണ്. LDF ആയി പോകണമെങ്കിൽ അത്തരത്തിലുള്ള പങ്കുവയ്പ്പുകളും തീരുമാനങ്ങളും ഉണ്ടായേ തീരുമെന്ന് CPI വ്യക്തമാക്കട്ടെ. അത് വീണ്ടും പറയുന്നു, വലുപ്പത്തിൻ്റെ പേര് കൊണ്ടല്ല, വലിയ വലുപ്പമല്ല എന്ന് CPIക്ക് അറിയാം. മുഖ്യമന്ത്രി പട്ടം വേണ്ടെന്ന് വെച്ച പാർട്ടിക്ക് എന്ത് വലുപ്പം ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന്? അത് വലുപ്പമുള്ള കാര്യമല്ല. പക്ഷേ LDF അകത്ത് ആ ബോധം വേണം. അത് ഇടതുപക്ഷമാണ്, ജനാധിപത്യപരമാകണം, അത് മുന്നണിയാകണം എന്ന് വരുമ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും പങ്കുവെച്ചുകൊണ്ട് പോയാൽ തീരുമെന്ന് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. അത് CPI പരസ്യമായിട്ടല്ല ആദ്യം പറഞ്ഞത്, ഏറ്റവും മാന്യമായി ഏറ്റവും നേരായി ഈ കാര്യം എല്ലാ സ്നേഹത്തോടും കൂടി CPM ചർച്ചകളിലാണ് CPI വ്യക്തമാക്കിയത്. അതുമായി CPI കൊടുത്ത കത്തുകളുണ്ട്, അതിനുള്ള CPM മറുപടിയുണ്ട്. ഇതൊന്നും അറിയാതെ CPI പുറത്തു പറഞ്ഞത് കൊണ്ട് എന്തോ അവരാസമയത്ത് പറഞ്ഞത് ശരിയല്ല. പുറത്തു പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം പറഞ്ഞ അകത്ത് തന്നെയാണ്. അകത്തും പുറത്തുമെല്ലാം എന്ത് കാര്യങ്ങൾ എപ്പോൾ പറയണമെന്ന് എങ്ങനെ വേണം പറയാനെന്ന് നല്ല ബോധ്യം CPIക്കുണ്ട്. ആ തിരിച്ചറിവ് CPIയെ PKV പഠിപ്പിച്ച പാഠമാണ്. ആ പാഠം അച്യുതമേനോനും PKVയും MNും എല്ലാം പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് ആ പാഠം CPIക്ക് വിലപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. സഹാക്കളെ, ഏതോ ചില മാധ്യമങ്ങൾ പറയുന്നു ഇവിടെ MN സ്വർഗത്തിൽ വെച്ച് ഒരു യോഗം ചേരാൻ പോകുന്നുണ്ടെന്ന്. എനിക്കതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ പാരീസിലായിരുന്നു. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കവേ LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്ന തീയതി ഞാൻ പറഞ്ഞു കൊടുത്തു. സഖാവ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോകുകയാണ്, അത് കഴിഞ്ഞ് 13-ന് മടങ്ങി എത്തും, 14-ന് കാണാമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കാണാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ CPM ബന്ധം എല്ലാ കാലത്തുമുണ്ട്. ഫോൺ ചെയ്യലുകളും കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളും എല്ലാ കാലത്തുമുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരം സഖാവ് TP രാമകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, MN സ്വർഗത്തിലേക്ക് ആകാമല്ലോ എന്ന് ഞാനും പറഞ്ഞു. അങ്ങോട്ട് പോകാനും മടിയില്ല, ഇങ്ങോട്ടാകാനും മടിയില്ല. എത്ര വട്ടവും CPIക്കും CPMനും പരസ്പരം കാണാം. അതിനെല്ലാം പറ്റി ഒരുപാട് കഥയുണ്ടാക്കാൻ, ചർച്ചകൾ നടത്താനുള്ള വ്യായാമത്തിൽ കുറേ സുഹൃത്തുക്കൾ ഇടപെടുന്നുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, CPM ബന്ധങ്ങളിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ, ഇത്തരം പോക്കുവരവുകൾ ഒന്നും പുതിയ കാര്യമല്ല. ആരോ പറഞ്ഞു, പണ്ട് കോവിഡ് പ്രശ്നം വന്നപ്പോൾ MN സ്വർഗത്തിൽ വെച്ച് യോഗം ചേർന്ന്
CPM CPIയെ മുട്ടുകൊത്തിച്ചു എന്ന് പറയുന്ന വാർത്ത ഞാൻ വായിച്ചു. വ്യക്തമാക്കട്ടെ, ആ ബ്രൂവറി വന്നോ? അത് വരുമോ? അത് വരില്ല. ഏറ്റവും കൃത്യമായി ഞാൻ പറയട്ടെ, അത് വന്നില്ലെങ്കിൽ അതിന് കാരണം CPI നിലപാടാണ്.